ലോക കേരള സഭയ്ക്ക് ഇന്ന് സമാപനം. വൈകിട്ട് ചർച്ചകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയും. തുടർന്ന് സഭയുടെ സമാപന സമ്മേളനം നടക്കും. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 3 ദിവസമായി നടക്കേണ്ട ലോക കേരള സഭ 1.5 ദിവസമായി വെട്ടിച്ചുരുക്കിയിരുന്നു. വിവരങ്ങളുമായി മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മാനസ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ദിവസമായി നടക്കേണ്ട ലോക കേരള സഭയായിരുന്നു. അത് ആഘോഷങ്ങൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് 1.5 ദിവസമായി ചുരുക്കിക്കൊണ്ടാണ് ഇത്തവണത്തെ സഭാ സമ്മേളന കാലയളവ് വെട്ടിച്ചുരുക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായ ഒരു സാഹചര്യമാണ്. എപ്പോഴായിരിക്കും സമാപനമുണ്ടാകുക? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ദിവസമായി നടക്കേണ്ട ലോക കേരള സഭ സമ്മേളനമാണ് 1.5 ദിവസമായി ചുരുക്കിയത്. കാരണം കുവൈറ്റ് ദുരന്തത്തിൽ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രവാസികൾക്ക് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായതിന്റെ സാഹചര്യത്തിലാണ് സഭാ സമ്മേളനം പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ചുരുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ സഭാ സമ്മേളനം തുടങ്ങുന്ന വേളയിൽ ഉദ്ഘാടന പ്രസംഗത്തിലും മുഖ്യമന്ത്രി ഇന്നലെ അനുശോചനവുമായാണ് ഇത്തരത്തിൽ സഭാ സമ്മേളനം തുടങ്ങിയത്. മാത്രമല്ല, വിവിധ രാജ്യങ്ങളിൽ നിന്നായി 103 രാജ്യങ്ങളിൽ നിന്നും 25 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രവാസി പ്രതിനിധികളാണ് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഓരോ പ്രവാസി സംഘടനയുടെയും പ്രതിനിധികൾ ഇത്തരത്തിൽ പുതിയ ആശയങ്ങളും അതോടൊപ്പം തന്നെ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മേഖലാ അടിസ്ഥാനത്തിലാണ് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. പ്രവാസ ലോകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഒരു പ്രവാസി MLA വേണം. ഇത്തരത്തിൽ ഇപ്പോൾ നിലവിലുള്ളതല്ല, ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ പ്രവാസികൾക്കിടയിൽ നടക്കുന്നുണ്ട്. അതൊക്കെയും മനസ്സിലാക്കുന്ന വിധത്തിലായിരിക്കണം ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ. ലോക കേരള സഭ ഇനിയും ഇത്തരത്തിൽ തന്നെ ഏകോപന മുന്നേറ്റവുമായി മുന്നോട്ട് തന്നെ പോകണം. ഈ കേരളത്തെ ഗ്ലോബൽ ബ്രാൻഡായി വളർത്താൻ പ്രവാസികൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കേരളം പ്രവാസികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നും ഈ ചർച്ചയിലൂടെ പരാമർശമുണ്ടായി. ഒപ്പം തന്നെ നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികളുടെ വിശ്രമ ജീവിതത്തിൽ അവർക്ക് തണലേകാനായുള്ള പദ്ധതികളോ അല്ലെങ്കിൽ ജോലികളോ മറ്റു സംബന്ധ കാര്യങ്ങളോ ഉണ്ടാകണം അല്ലെങ്കിൽ ആക്കണം എന്നുള്ള ആശയവും മുന്നോട്ട് വെച്ചു. മാത്രമല്ല, നിലവിൽ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ തട്ടിപ്പ് നിയന്ത്രണ വിധേയമാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ഏജൻസികളുടെ തട്ടിപ്പ് നിയന്ത്രണമാക്കണം. മാത്രമല്ല, ഇന്ന് സഭാ സമ്മേളന ദിവസമാണ്. രാവിലെ 9:30 മുതൽ തന്നെ മേഖലാ യോഗങ്ങൾ തുടങ്ങി. റിപ്പോർട്ടിംഗും 10-15 മുതൽ വിഷയാടിസ്ഥാനത്തിലുള്ള സമിതികളുടെ റിപ്പോർട്ടിംഗ് നടക്കും. വൈകിട്ട് 3:30 മുഖ്യമന്ത്രി മറുപടി പ്രസംഗം നടത്തുക. സ്പീക്കറുടെ സമാപന പ്രസംഗത്തോടെയാണ് സഭാ സമ്മേളനത്തിന് സമാപനം കുറിക്കുക. ശരി, മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 1.5 ദിവസമായി വെട്ടിച്ചുരുക്കിയ ലോക കേരള സഭയ്ക്ക് ഇന്ന് വൈകിട്ടോടുകൂടി സമാപനമാവുകയാണ്.